ഹായ് ഹലോ, അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനൽ ഇഷ്ടമായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ വിചാരിക്കാണ്ട് തലേദിവസം ഉമ്മാൻ്റെ അനിയത്തിയും ഹസ്ബൻഡും മോനൊക്കെ വന്നീന് കേട്ടോ. കാരണം പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മോന് ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത്താത്ത വന്നാൽ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ ചെടികൾ സെറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ മൂപ്പർ അധികവും ചെയ്യുന്ന കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ മുറ്റത്ത് മഴയൊക്കെ പെയ്ത് പൂപ്പലൊക്കെ നിറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ മക്കളും ഓരൊക്കെ കൂടിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇപ്പോൾ അടുക്കളയിൽ വന്നിട്ട് നമുക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്ക് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധാ ചോറും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് ചെറിയൊരു രീതിയിലുള്ള വെയിൽ വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വേഗം ഒന്ന് തുടച്ചിടാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മൾ തുടകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് ക്ലീനായി കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നൂലേ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ചായ കുടിച്ചില്ല കേട്ടോ. ഓരോരുത്തർ ഓരോ പണിയിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് ഇന്നൊരു ലീവുള്ള ദിവസമാണല്ലോ. അങ്ങനെ അനിയന് വേണ്ടിയിട്ട് നല്ല ചെറുപയർ കറിയും അതേപോലെ തന്നെ പച്ചരീൻ്റെ ദോശമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അതൊക്കെ അവനെടുത്ത് വെച്ച് കൊടുത്ത്. അപ്പോഴും പുറത്ത് നമ്മളെ ഈ കഴുകലിങ്ങനെ പുരോഗമിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അനിയൻ വന്നിന് കേട്ടോ. അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങള. അപ്പോൾ അവൻ വരുമ്പോൾ ഈ എന്താ മീനാന്ന് ഇതിൻ്റെ പേര് പറഞ്ഞത് എനിക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നോട് ഇപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അവൻ അത് കൊണ്ടുവന്നീന് കേട്ടോ. അങ്ങനെ ഞാനത് കുറച്ച് പൊരിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി ഒരു മന്തി റെഡിയാക്കിന് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. നമ്മളെല്ലാവരും നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടില്ല മന്തിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മന്തി കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നേരം വേഗം അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഇന്നൊരു പേർപ്പിളിൽ നിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിന് കേട്ടോ. അപ്പം ജസ്റ്റ് അത് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അതൊന്നിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാനിത് അധികം പ്രൊഡക്റ്റെല്ലാം ഒന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ മക്കളും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മുഖത്തിന് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് സിറം വാങ്ങിയത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കിതാ നമ്മളെ പുറത്ത് നല്ല കിട്ടില്ല മഴയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തി ഓരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അവർ ഫുഡൊക്കെ കഴിച്ച് മോന് പിറ്റേന്ന് മദ്രസയിലും അതേപോലെ തന്നെ സ്കൂൾ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങ് പോയിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തെ മഴയൊക്കെ കണ്ടാലും പിന്നെ എല്ലാവർക്കും ചായക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരിത് വന്നിട്ടോ. കാരണം മഴ കണ്ടാൽ പിന്നെ എല്ലാവർക്കും വിശപ്പിങ്ങനെ വരുമല്ലോ. അങ്ങനെ നമ്മൾ വേഗം ഇവിടെ പഴം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഒരു കായ്പോള അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. പഴമുണ്ട് മുട്ടയുണ്ട്, അപ്പം പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു സമയത്ത് പുറത്ത് നല്ല കാറ്റും മഴയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ വേഗം തന്നെ എൻ്റെ കൂടെ തന്നെ ഫൈസാമോനും സയാമോനും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ കൈയണ്ടിയിട്ട് വേഗം മിക്സിയിൽ മുട്ടയും പഞ്ചസാരയും ഒക്കെ അടിച്ചിട്ട് അങ്ങനെ അതൊക്കെ വേഗം ഒന്ന് ഒഴിക്കാൻ പോവാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ്. പിന്നെ നമ്മളെ കായ്പോളൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എല്ലാം നമ്മളെ യൂട്യൂബിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ വേഗം കഴിയുന്ന ഒരു സ്നാക്സ് പെട്ട ആളാണല്ലോ ഇപ്പം നമ്മളെ കായ്പോള. അങ്ങനെ ഇതാ എൻ്റെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വേഗം തന്നെ അത് ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാൽ എല്ലാവർക്കും മക്കളിങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേഗം റെഡി ആയിട്ട് അവർക്ക് കൊടുക്കാമെന്ന് കരുതാം. അതിൻ്റെ കൂട്ടത്തിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സയാമോനും കൂടിയിട്ടുണ്ടേ. അങ്ങനെ ആരും ഇല്ല, കറണ്ടൊന്നും ഇല്ല. അപ്പോൾ ഫോണൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ അടുത്ത് കൂടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കായ്പോളമൊക്കെ അടിപൊളിയായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ എൻ്റെ കായ്പോളമൊക്കെ റെഡിയായി. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആദ്യം തന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടോ.
ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചായ കുടിക്കുമ്പോൾ അടിയാവും. കാരണം എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടാന്ന് ഈ ഒരു അടി വേണ്ടാന്ന് കരുതിയിട്ട് ഓരോരുത്തർക്ക് 2 പീസ് എന്നുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെയൊക്കെ വേണമെന്നേ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയോണ്ടാണ്. പിന്നെ അങ്ങനെ ഇതാ എൻ്റെ ഒരു ദിവസം ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.